അഖിലേ, ഞാൻ വരാട്ടോ. അതിനു മുമ്പ് ശ്രീ ദേവരാജൻ, ഈ വിഷയത്തിൽ ഇപ്പോൾ സന്ദീപ് ഭാര്യ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ മൊത്തം ഈ ഒരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്തത് ആരാണ്? ഇപ്പോൾ ഡിബേറ്റബിൾ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, വിശദമായി തന്നെ ചർച്ച ചെയ്യാം. അതിനുള്ള അവസരം ഇല്ലാതെ പെട്ടെന്ന് ഒരു തരത്തിലുള്ള ഇരവാദവുമായി വരികയാണ് ഒരു കൂട്ടർ. മറുകൂട്ടർ അത് മതവുമായി കലർത്തുകയാണ്. ഇതിനൊക്കെ ഒരു സംഘടിതമായിട്ടുള്ള പിന്തുണയും ലഭിക്കുന്നു. പലരും നേരത്തെ പറഞ്ഞ നിലപാടല്ല ഇപ്പം പറയുന്നത്. ഇത് ഭൂഷണമാണെന്നൊരു ചോദ്യം കൂടിയില്ലേ? അതിനോടൊന്നും എനിക്ക് യാതൊരു എതിർപ്പുമില്ല. ഇപ്രകാരമുള്ള നെഗറ്റീവുകളൊക്കെ കൊണ്ടുവരുന്നതിന്റെ പുറകിൽ പലർക്കും പല താല്പര്യങ്ങളുണ്ടാവും. നമ്മളിവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പ്രിയപ്പെട്ട ശ്രീ സന്ദീപ് ഇവിടെ എൻഡോഴ്സ് ചെയ്തത്. അതായത് ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഭരണപരിഷ്കാരങ്ങൾക്ക് മാത്രമേ ജനാധിപത്യത്തിന്റെ പിന്തുണ ഉണ്ടാവുകയുള്ളൂ. അതിവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. ശ്രീ അഖിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത, അവിടെ ഇതുവരെ വന്നിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർമാരെല്ലാ പേരും IAS-കാരായിരുന്നു. ആദ്യമായി ഒരു രാഷ്ട്രീയ നിയമനം നടത്തിയിരിക്കുന്നു. അപ്പൊ ആ രാഷ്ട്രീയ നിയമനം നടത്തിയതിന്റെ പിറകിൽ ഒരു അജണ്ടയുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. അതെപ്പോഴാണ് വരുന്നത്? അത് നിയമനം നടക്കുമ്പോഴല്ല വരുന്നത്. ആ നിയമിക്കപ്പെട്ട ഭരണകർത്താവ് എടുക്കുന്ന നിലപാടുകൾ അടിസ്ഥാനത്തിലാണ് അപ്രകാരം ഒരു ചിന്ത വരുന്നത്. അതിവിടെ യാഥാർത്ഥ്യമാണെന്ന് വന്നിരിക്കുന്നു. ആ ഭരണാധികാരി എടുത്ത നിലപാടുകൾ ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞ നെറേറ്റീവ് അല്ലാതെ വേറൊരു നെറേറ്റീവ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അതായത് ലക്ഷദ്വീപിന്റെ ആ പ്രദേശത്ത് കടൽ തീരത്ത് നിന്ന് കോസ്റ്റ് ഗാർഡ് മയക്കുമരുന്നും ആയുധങ്ങളും പിടിച്ചെടുത്തു എന്നാണ് നമ്മൾ ഇതുവരെ കേട്ട വാർത്ത അനുസരിച്ചാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോയ മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. അപ്പൊ അതിന്റെ പേരിൽ അവിടെ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാകണം, അവിടെ പുതിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നിശ്ചയമായിട്ടും ലക്ഷദ്വീപിനെ നിയന്ത്രിക്കുന്നതിന്, ലക്ഷദ്വീപിനെ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാകണം. ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഞാനിപ്പോ കൊല്ലം ജില്ലയിൽ, ഇപ്പൊ അഖിലും കൊല്ലത്ത് നിന്നാണല്ലോ, കൊല്ലം ജില്ലയിൽ ഇരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. കൊല്ലം ജില്ലയുടെ ഭൂവിസ്തൃതി എത്രയാണെന്ന് അറിയുമോ? 2491 ചതുരശ്ര കിലോമീറ്റർ. അതായത് 2500 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്ന എല്ലാം കൂടി എത്രയുണ്ട്? 32 ചതുരശ്ര കിലോമീറ്റർ. കൊല്ലം ജില്ലയിലെ ജനസംഖ്യ എത്രയാണ്? കൊല്ലം ജില്ലയിൽ ഇപ്പൊ 27 ലക്ഷം ജനങ്ങളുണ്ടെന്നാണ് കൊല്ലം ജില്ലയിൽ മാത്രം. 2011 കണക്കാണ്. ഇപ്പൊ എടുത്തതിന്റെ 30 ലക്ഷം കഴിയും. 2011 കണക്കനുസരിച്ച് ലക്ഷദ്വീപിൽ 64,000 ആളുകളേ ഉള്ളൂ. അതിപ്പോ 70,000 ആയിട്ടുണ്ടാവും. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തില് മൊത്തം വോട്ടർമാരുടെ 1/3 വോട്ടർമാർ പോലും ഇല്ലാത്ത, ജനങ്ങൾ പോലും ഇല്ലാത്ത ഒരു പ്രദേശമാണിത്. അവിടെയാണ് ഈ പറഞ്ഞ ഇത്രയും ഭരണപരിഷ്കാരങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഈ പറഞ്ഞ കോസ്റ്റ് ഗാർഡ് മയക്കുമരുന്ന് പിടിച്ചെടുത്തത് കൊണ്ട് സംരക്ഷണം ഉറപ്പുവരുത്താനാണെങ്കിൽ എന്തിനാണ് ഗൂണ്ട ആക്ട്? എന്തിനാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2 കുട്ടികൾ ഉള്ളവർ മാത്രം മത്സരിച്ചാൽ മതി എന്നുള്ള നിയമനിർമ്മാണത്തിന് ആവശ്യം? എന്തിനാണ് പശുക്കളെയൊക്കെ നിങ്ങൾ വിറ്റുകൊള്ളണം എന്ന് പറയുന്നത്? എന്തിനാണ് അവിടെ ടൂറിസത്തിന്റെ പേരിൽ മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകളൊക്കെ തച്ച് തകർക്കുവാൻ ഒരു ഭരണകൂടം മുന്നോട്ട് വരുന്നത്? എന്തിനാണ് കൂട്ടത്തോടെ ജീവനക്കാരെയും കായിക അധ്യാപകരെയും ഒക്കെ പിരിച്ചുവിടുന്നത്? എന്തിനാണ് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ അംഗനവാടികളും ഒക്കെ അടച്ചുപൂട്ടിയത്? എന്തിനാണ്? ഏത് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അംഗൻവാടികളോട് അടച്ചുപൂട്ടിയത്? അതുപോലെ തന്നെ CAA-ക്കും NRC-ക്കും എതിരായിട്ടുള്ള പോസ്റ്ററുകൾ വലിച്ചു കീറുക, അതിനെതിരായി കമന്റ് ഇടുന്നവരെ നിയമം ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുക, അതിന് പല്ലും നഖവും ഇല്ലാത്തത് കൊണ്ട് ഗുണ്ട ആക്ട് കൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴാണ് ഇപ്രകാരമുള്ള സ്ട്രിഞ്ചന്റ് നിയമങ്ങൾ, കൂടുതൽ പല്ലും നഖവുമുള്ള നിയമങ്ങൾ നടപ്പിലാക്കേണ്ടി വരുന്നത്? എപ്പോഴാണ്? നിലവിലുള്ള നിയമങ്ങൾ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് പര്യാപ്തമല്ല എന്ന് ഭരണകൂടത്തിന് തോന്നുമ്പോഴാണല്ലോ കൂടുതൽ പല്ലും നഖവുമുള്ള നിയമങ്ങൾ ഉണ്ടാകേണ്ടുന്നതും നിയമങ്ങൾ നടപ്പിലാക്കേണ്ടുന്നതും. അങ്ങനെ ഒരു സാഹചര്യം ഈ പറഞ്ഞ 32 ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു ഹിസ്റ്ററി, അങ്ങനെ ഒരു ചരിത്രം ആ പ്രദേശത്തുണ്ടോ? അപ്പോൾ മറ്റു ചില അജണ്ടകളുണ്ട് എന്നുള്ളതാണ്. ഈ അജണ്ട സെറ്റ് ചെയ്തിട്ടാണ് ഒരു രാഷ്ട്രീയക്കാരനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് എന്ന് സമാധാനത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ സംശയിക്കുന്നു. ആ സംശയമാണല്ലോ ഈ ചർച്ചയ്ക്ക് തന്നെ ആധാരമായത്. അല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലും അവിടെ ചെന്ന് നിങ്ങൾ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടല്ല. അവിടെയുള്ള ആളുകൾ പ്രതിഷേധിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? അവരുടെ ജീവിത ഉപാധിയായ മത്സ്യ ഷെഡുകൾ അടിച്ച് തകർത്തപ്പോൾ പ്രതിഷേധിച്ചു. കാരണം മീൻ പിടിച്ച് ജീവിക്കുന്ന ആളുകളാണ്, അവരുടെ ഷെഡുകളാണ് തകർക്കപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായും ആരായാലും അവരുടെ വയറ്റത്തടിച്ചാൽ പ്രതിഷേധിക്കാതിരിക്കുമോ? ആ പ്രതിഷേധം അവിടെ ഉണ്ടായി. അതുപോലെ തന്നെയാണ് പശുക്കൾ എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ക്ഷീര കർഷകർ വളരെ വലിയൊരു വിഭാഗമുണ്ട്.
ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവർ കന്നുകാലി വളർത്തലുമായി ബന്ധപ്പെട്ട ആളുകൾ, ഗോവധ നിരോധനം പല സംസ്ഥാനങ്ങളിലുമുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ മറ്റേതെങ്കിലും മൃഗങ്ങളെ അറക്കുന്നതിന് വേണ്ടി നിങ്ങൾ പുതിയ നിയമം അനുസരിച്ച് നിങ്ങൾ അനുമതി വാങ്ങിച്ചിരിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോഴാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത്. ആ പ്രതിഷേധമാണ് ഇന്നിപ്പോൾ ദ്വീപിന് പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. സ്വാഭാവികമായിട്ടും ദ്വീപിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, ദ്വീപിനെ സഹായിക്കുന്നത്, ദ്വീപ് ആശ്രയിക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ രാഷ്ട്രീയമായി കേരളം ഇക്കാര്യത്തിൽ ഇടപെടും, കേരളത്തിന്റെ പൊതുസമൂഹം ഇതിൽ ഇടപെടും. അങ്ങനെ ഒരു ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ മാറിയത്. തീർച്ചയായും എനിക്ക് തോന്നുന്നു അതൊന്ന് മെറിറ്റിലേക്ക് ഒന്ന് പോവാം. ശ്രീ സുജിത് പണിക്കർ, ശ്രീ ദേവരാജൻ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ നമുക്ക് ആ മെറിറ്റിലേക്ക് തന്നെ ഒന്ന് പോകാം. അഖിലേ, ഞാൻ മറന്നിട്ടില്ല കേട്ടോ, വരാം. അല്ല, ശ്യാം ഇവിടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്, ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എല്ലാ പോയിന്റുകളിലേക്കും വരാം. ഒന്നാമതായി പറയാനുള്ളത്, നേരത്തെ തുടക്കത്തിൽ താങ്കൾ തന്നെ സൂചിപ്പിച്ച നടൻ പൃഥ്വിരാജിന്റെ കാര്യമുണ്ട്. അദ്ദേഹം കൊടുത്തിരുന്ന ഒരു ഇന്റർവ്യൂ, ഈ സിനിമ അദ്ദേഹത്തിന്റെ അനാർക്കലി എന്ന സിനിമ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കൊടുത്തിരുന്ന ഒരു ഇന്റർവ്യൂവിൽ നേരത്തെ ശ്രീ സന്ദീപ് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും പറയുകയും അവിടെയുള്ള വികസനത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ സോഷ്യോ പൊളിറ്റിക്കൽ സാഹചര്യമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അത് അദ്ദേഹം തന്നെ ഒരുപക്ഷെ മറന്നുപോയിട്ടുണ്ടാകാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ മദ്യം ലഭ്യമാക്കുക, ഈ നമ്മളുടെ ആ ഒരു കൾച്ചറൽ ഫാബ്രിക്കിനെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ ശ്രീ സന്ദീപ് പറഞ്ഞു UAE-യുമായി ബന്ധപ്പെട്ട് ദുബായ്, ഒമാൻ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ മദ്യം ലഭ്യമാണ് എന്നും ആ രാജ്യങ്ങളിലെ ഭൂരിപക്ഷ സമുദായം ഏതാണ് എന്നും നമുക്കറിയാം. ഇനി മറ്റൊന്ന് ശ്രീ ജി ദേവരാജൻ പറഞ്ഞിരുന്ന ഒരു പോയിന്റാണ്, ഈ മഹാമാരി കാലത്ത് നമ്മൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാസ്സാക്കണമോ എന്നുള്ളത്. നോക്കൂ, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, മഹാമാരി കാലത്ത് ഒരു ഗവൺമെന്റ് അതിന്റെ എല്ലാവിധ ഊർജവും സംവിധാനങ്ങളും കേവലം ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല മുടക്കാറുള്ളത്. മറ്റുള്ള പല വിഷയങ്ങളും സമാനമായ സമയത്ത് തന്നെ നടക്കാറുണ്ട്. മഹാമാരിയാണ് എന്ന് കരുതി റോഡ് ഡെവലപ്മെന്റ് നടക്കാതിരിക്കുന്നില്ല, പാലങ്ങളുടെ ഡെവലപ്മെന്റ് നടക്കാതിരിക്കുന്നില്ല, മറ്റനുബന്ധ വികസനങ്ങൾ നടക്കാതിരിക്കുന്നില്ല. കേരളത്തിൽ പോലും ആൾക്കാരുടെ ശബ്ദത്തിനെ അടിച്ചമർത്തുന്ന 118A എന്ന് പറയുന്ന മാധ്യമ മാരണ നിയമം കൊണ്ടുവന്ന് നടപ്പാക്കാൻ ശ്രമിച്ചത് മഹാമാരി കാലത്താണ് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ. ഇനി മറ്റൊരു കാര്യം, അത് ശ്രീ ദേവരാജനും പറഞ്ഞതാണ്, എന്റെ സുഹൃത്ത് ശ്രീ അഖിലും പറഞ്ഞതാണ്, ഗുണ്ടാ നിയമം. എന്റെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, നമുക്ക് എന്താണ് പ്രശ്നം, സമാധാനപരമായി ജീവിക്കുന്ന ആൾക്കാർക്ക് ഗുണ്ടാ നിയമം കൊണ്ട് എന്താണ് പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. ശരിയാണ്. നോക്കൂ, ഈ ഗുണ്ടാ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? ഈ റെഗുലേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? റെഗുലേഷൻ ടു പ്രൊവൈഡ് ഫോർ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ഓഫ് ബൂട്ട് ലെഗേഴ്സ്, dangerous persons, drug offenders, immoral traffic offenders, property grabbers, cyber offenders, money lending offenders, cruel persons, depredators of environment and sexual offenders, for preventing their anti-social and dangerous activities prejudicial to the maintenance of public order. അതായത് പൊതുജീവിതത്തിനെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നു. അഭിപ്രായം പറയണ്ടേ എന്ന് ചോദിച്ചാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വിലക്കുന്നതല്ല ഈ നിയമം. ഈ നിയമത്തിന് ഗുണ്ട ആക്ട് എന്ന് നമ്മൾ പറയുന്ന പേരാണ്. ആ നിയമത്തിന്റെ പേര് എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് റെഗുലേഷൻ നിയമം എന്നാണ്. അതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല ആ നിയമം ഇവിടെ വരുന്നതിന്. കേരളത്തിൽ 2007 പാസ്സാക്കിയിരിക്കുന്ന ഇതേ നിയമം ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ താങ്കൾ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്ന ദാമൻ ആൻഡ് ദിയുവിൽ 1985 ഗുജറാത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രിവെൻഷൻ ഓഫ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് റെഗുലേഷൻ നിയമം അവർ എക്സ്റ്റെൻഡ് ചെയ്ത് 1995 തന്നെ അവിടെ നടപ്പാക്കിയിട്ടുണ്ട്. നോക്കൂ, ദാമൻ ദ്വീപിലേക്കോ ദാദ്ര നാഗർ ഹവേലിയിലെയോ ലക്ഷദ്വീപിലെയോ ഒക്കെ ക്രൈം തോത് എന്ന് പറയുന്നത് ചെറുതാണ് എന്ന് കരുതി, ക്രൈം തോത് ചെറുതാണ് എന്ന് കരുതി അവിടെയുള്ള നിയമപരമായിട്ടുള്ള നിയമപാലനത്തിന് ഉതകുന്ന രീതിയിലുള്ള നിയമങ്ങൾ നടപ്പാക്കരുത് എന്ന് പറയുന്നത് എവിടുത്തെ നിയമമാണ്? നമ്മൾ ആരും തന്നെ മദ്യപിക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് നാളെ പോലീസ് ഇവിടെ ഈ മദ്യം കഴിച്ചിട്ടുണ്ടോ എന്നുള്ള ചെക്ക് അങ്ങില്ലാതെയാക്കുകയാണോ ചെയ്യുന്നത്? അതോ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും മദ്യപിക്കുകയാണ് എന്ന സംശയത്തിന്റെ പുറത്താണോ അത് ചെയ്യുന്നത്? അങ്ങനെയല്ല. ഇതൊക്കെ ചില ചെക്സ് ആൻഡ് ബാലൻസസ് ആണ്, പ്രിവെന്റീവ് മെഷേഴ്സ് ആണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ സർക്കാരും കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് കേരളത്തിൽ അതിന് ബുദ്ധിമുട്ടില്ലല്ലോ. എനിക്കിവിടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് നേരെ മറിച്ച് മാധ്യമമാരണ നിയമം ഉണ്ടായിരുന്ന സമയത്താണ്. അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒപ്പം മറ്റൊരു കാര്യം, നമ്മളിവിടെ പറഞ്ഞു, ഇത് ചർച്ചയുണ്ടാകുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. ചർച്ചയുണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നിയമങ്ങളൊക്കെയും കൊണ്ടുവന്നിരിക്കുന്നത് കരട് നിയമമായിട്ടാണ്. ഈ കരട് നിയമം കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ലോക്കൽ അഡ്മിനിസ്ട്രേഷനെയോ MPയോ മാത്രം വിളിച്ചിട്ട് വിശ്വാസത്തിലെടുക്കാതെ ആ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരോടും ചോദിച്ചതിന് ശേഷമാണ്, അവരുടെ അഭിപ്രായ രൂപീകരണം നടത്തിയതിനു ശേഷമാണ് ഇത് നിയമമാകുന്നത്. അത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ 2014 മുതൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു നയമാണ്. ശ്രീ സന്ദീപ് വാര്യർക്ക് അറിയാം, നേരത്തെ ഇവിടെ വിദ്യാഭ്യാസ നയം ഉണ്ടായിരുന്ന സമയത്ത് ഞാനും ശ്രീ സന്ദീപ് വാര്യരും തമ്മിൽ ആ വിഷയത്തിൽ ഉണ്ടായിരുന്ന ഒരു ചർച്ചയിൽ ഞങ്ങൾക്ക് വിരുദ്ധ അഭിപ്രായം ഉണ്ടായിരുന്നു.
അന്നും ഇതേപോലെ തന്നെ പൊതുജനങ്ങളുടെ അഭിപ്രായ രൂപീകരണം നടത്തിയതിനു ശേഷം അതിൽ ഏതൊക്കെ മാറ്റണം എന്ന് കരുതി അന്ന് ഞാൻ ഡിബേറ്റബിളായി പറഞ്ഞിരുന്ന ഒരു പോയിന്റിനെ മാറ്റിയതിനു ശേഷമാണ് ഇവിടെ കേന്ദ്ര സർക്കാർ അതിനെ അനുവദിച്ചത്. ഇവിടെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടായിരുന്ന സമയത്ത് ഇതേ മാനദണ്ഡം തന്നെയാണ് സർക്കാർ സ്വീകരിച്ചത്. പൊതുജനങ്ങളുടെ ഈ കയ്യിൽ നിന്നും അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന പൊട്ടൻഷ്യലായി പ്രശ്നമുണ്ടാക്കുന്ന എന്ന് ആരോപിക്കപ്പെടുന്ന എല്ലാ നിയമങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് പര്യാപ്തമായ ഒരു ടൈം വിൻഡോ നൽകി അവരുടെ അഭിപ്രായങ്ങൾ കൂടി സ്വരൂപിച്ചതിന് ശേഷമാണ് ഇതിനെ നിയമമായിട്ട് അവതരിപ്പിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ ഇത് പൊതുസമൂഹത്തിനെ കൂടി വിശ്വാസത്തിൽ എടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒന്ന്. ഇനി മറ്റൊരു കാര്യം ഇവിടെ ശ്രീ ദേവരാജൻ 2 തവണ ആവർത്തിച്ച ഒരു കാര്യമായതുകൊണ്ട് പറയുകയാണ്, ഈ ഷെഡ് ഡെമോളിഷ് ചെയ്തു എന്നുള്ളത്. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ നെറ്റും മറ്റും സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷെഡ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ലക്ഷദ്വീപിന് വേണ്ടിയിട്ട് അവിടുത്തെ MP ആയിട്ടുള്ള ശ്രീ മുഹമ്മദ് ഫൈസൽ തന്നെ ഇന്ന് പല മാധ്യമങ്ങളോടും പറയുന്നത് കേട്ടു. അദ്ദേഹം റിപ്പീറ്റഡ് ആയിട്ട് റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെന്റ് പ്ലാൻ IIMP. അത് ഓരോ ഐലൻഡിനുമുണ്ട്, അല്ലെങ്കിൽ ഓരോ യൂണിയൻ ടെറിട്ടറിക്കുമുണ്ട്, കോസ്റ്റൽ പ്രദേശങ്ങൾക്കുണ്ട്. അത് നടപ്പാക്കിയിരിക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷദ്വീപിന് അദ്ദേഹം തന്നെ റെഫർ ചെയ്യുന്നുണ്ട്. ജസ്റ്റിസ് രവീന്ദ്രൻ കമ്മിറ്റി റെക്കമെൻഡേഷൻസ് എന്താണ് എന്ന് പഠിച്ചു മനസ്സിലാക്കിയതിന് ശേഷം വേണം കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഒരു തീരുമാനം എടുക്കാനെന്ന്. ഞാൻ അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് രവീന്ദ്രൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ചു. അതിൽ പറയുന്ന ഒന്നാമത്തെ പോയിന്റ് ശ്രീ G. ദേവരാജന്റെയും അഖിലിന്റെയും കൂടി അറിവിലേക്കാണ്. നോ ഡെവലപ്മെന്റ് സോൺ NDZ. The no development zone shall be a uniform 20-meter zone from high tidal line all along the coastline of Lakshadweep Islands. The remaining portions of the islands, that is the landward areas of the no development zone, shall be developed as proposed in the IIMP. അതായത് ഈ വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് ഉയർന്ന വേലിയേറ്റത്തിന് വേണ്ടി മാർക്ക് ചെയ്തിരിക്കുന്ന പ്രദേശത്ത് നിന്നും 20 മീറ്റർ അകലേക്ക് യാതൊരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ല എന്നും ിലേക്ക് പോകുന്നതിന് കൃത്യമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന IIMP ഫോളോ ചെയ്യണം എന്നും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. തന്നെയുമല്ല ടൂറിസം ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് അവിടെ സസ്റ്റൈനബിൾ ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ കൊണ്ടുവരണമെന്ന് ജസ്റ്റിസ് രവീന്ദ്രൻ കമ്മിറ്റി കൃത്യമായി റെക്കമെൻഡേഷൻ പറയുന്നു. അപ്പൊ നമ്മുടെ ജനപ്രതിനിധികളുടെ ഒക്കെ തന്നെ ഒരു ഭാവം, അതൊരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല, പല ആൾക്കാരുടെയും ഒരു ഭാവം, നിങ്ങൾ ആ കമ്മിറ്റി റെക്കമെൻഡേഷൻ നടപ്പാക്കണമെന്ന് പറയുമ്പോൾ പൊതുസമൂഹം അതിനെപ്പറ്റി അജ്ഞരാണ് എന്നുള്ള ഒരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, ജസ്റ്റിസ് രവീന്ദ്രൻ കമ്മിറ്റി റെക്കമെൻഡേഷൻ അനുസരിച്ച് പോലും ഈ തീരദേശത്തുള്ള കൺസ്ട്രക്ഷൻസ് പാടില്ല എന്നുണ്ട്. തന്നെയുമല്ല 1978 കോസ്റ്റ് ഗാർഡ് നിയമമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാലിക്കാതെ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് അനധികൃതമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അനധികൃതമായിട്ടുള്ള നിയമ നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒറ്റ നിമിഷം ശ്രീ ദേവരാജൻ ഒരൊറ്റ കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീ ദേവരാജൻ എന്താണ് പോയിന്റ് ഒന്ന് പറയാമോ? ഞാൻ ശ്രീജിത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു എക്സ്പ്ലനേഷൻ. അതായത് ഈ മത്സ്യത്തൊഴിലാളികള് മുളയും ഓലയും കൊണ്ട് കെട്ടിവെച്ചിട്ടുള്ള ഷെഡുകൾ പൊളിക്കുക എന്നുള്ളത് രവീന്ദ്രൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് വലിയ പ്രശ്നമാണ്, വേലിയേറ്റം ഉണ്ടാകുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ്. ഇതേ നമ്മുടെ രാജ്യത്ത് പല നിയമങ്ങളുമില്ലേ ശ്രീജിത്തിന് ഇത്തരം കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ കൂടിയല്ലേ. ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ഷെഡ് കെട്ടിയാൽ പ്രശ്നമാണ്, തീരദേശ പരിപാലന നിയമം അനുസരിച്ചൊക്കെ കുറ്റമാണ്. പക്ഷേ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ കിട്ടുന്നത് കുറ്റകരമല്ല. അത് നിർമ്മിക്കാം, ടൂറിസത്തിന് വേണ്ടി റിസോർട്ടുകൾ ഉണ്ടാക്കാം, കടലിനോട് ചേർന്ന് തന്നെ ഹോട്ടലുകൾ ഉണ്ടാക്കാം, കയ്യേറി ഹോട്ടലുകൾ ഉണ്ടാക്കാം. അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഇല്ലേ? പക്ഷെ അതൊക്കെ ആ പ്രദേശത്തെ ജനങ്ങൾ കാലാകാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന അവർക്കറിയാവുന്ന പരമ്പരാഗത അറിവുകൾ കൂടി വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു തൊഴിലാണ് മത്സ്യബന്ധനം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കറിയാം എപ്പോഴാണ് ഇത് മാറ്റേണ്ടത്, എങ്ങനെയാണ് ഇത് മാറ്റേണ്ടത്, അതൊക്കെ അവർക്കറിയാവുന്ന കാര്യങ്ങളുമാണ്. മാത്രവുമല്ല, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ശ്രീജിത്തിന് അറിയാവുന്ന കാര്യങ്ങൾ എന്താണ് ആ പ്രദേശം ആകെ ഉള്ള എത്ര ഭൂവിസ്തൃതിയാണ്, ഇത്രയും ആളുകളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്താണ്, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണ്ടേ കമ്മിറ്റികൾ അന്വേഷിക്കുന്നത്? തീർച്ചയായും ശ്രീജിത്ത് മറുപടി പെട്ടെന്ന് നടപ്പിലാക്കേണ്ടത്. അല്ല, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ ശരിയാണ്. അതായത് കേവലം മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ അസംഘടിതരായിട്ടുള്ള വിഭാഗമായിരിക്കും. അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടോ ജീവിത നിലവാരത്തിലോ മറ്റുള്ള ആൾക്കാരോട് തുല്യതപ്പെടുത്താൻ കഴിയാത്ത ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ സമൂഹത്തിലെ ദുർബലരായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ മേക്കിട്ട് കയറാൻ മാത്രം ഒരു ഭരണകൂടത്തിന് താല്പര്യമുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്, ന്യായവുമാണ്. എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം തന്നെ ചോദിച്ചു പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ അല്ലെങ്കിൽ വലിയ ആൾക്കാരുടെ കൺസ്ട്രക്ഷനുകൾ. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. മരട് ഫ്ളാറ്റ് പൊളിക്കുന്ന സമയത്ത് ഇതേപോലെ TV ചർച്ചകളിൽ വന്നിട്ട് അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനമാണ്, അത് പൊളിക്കണം എന്ന സ്റ്റാൻഡ് എടുത്തിട്ടുള്ളയാളാണ് ഞാൻ. തന്നെയുമല്ല, എന്റെ ഫ്ളാറ്റ് നിലനിൽക്കുന്ന സ്ഥലത്തുള്ള അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം പൊളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ പിന്നാലെ 2 വർഷം നടന്ന് പെർമിഷൻ എടുത്ത് അത് പൊളിപ്പിച്ചയാളാണ് ഞാൻ. മരട് ഫ്ളാറ്റിന്റെ കാര്യത്തിൽ ശ്രീ ദേവരാജന്റെ അഭിപ്രായം എന്തായിരുന്നു എന്ന് എനിക്കറിയാൻ കൗതുകമുണ്ട്. 1. 2, ഈ പറയുന്നത് പോലെ
അല്ല ശരി, അത് നല്ല കാര്യം. തീർച്ചയായും നമുക്ക് വിഷയത്തിലേക്ക് വരാം സീത്. യെസ്. ഇനി മറ്റൊരു വിഷയം, അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ചെറിയ ഒരു ഭൂപ്രദേശം. നോക്കൂ, ചെറിയ ഒരു ഭൂപ്രദേശം എന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് ഈ പറയുന്ന ലക്ഷദ്വീപ്. കാരണം ഇന്ത്യയുടെ മെയിൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലാതെ കിടക്കുന്ന ഒരു സ്ഥലം, ഇന്ത്യയുടേതായിട്ടുള്ള ഐലൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലം, ഇന്ത്യക്ക് ജിയോഗ്രഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഒരു അതിർത്തി, അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ അവിടെയുള്ള ടൂറിസം ഡെവലപ്മെന്റിനോ ആ പ്രദേശത്തുള്ള ഈ പറയുന്നത് പോലെ ആന്റി സോഷ്യൽ എലമെന്റ്സിന്റെ പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളോ നടത്തുന്നതിന് തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായ രൂപീകരണം മാത്രമല്ല വേണ്ടത്, സർക്കാരിന്റെ നയരൂപീകരണം എന്ന് പറയുന്നത് പ്രസക്തമാണ്. പല സമയങ്ങളിൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു കാര്യം ചോദിക്കാം. താങ്കൾ തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന മുന്നണിക്ക് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള വിമാനത്താവളങ്ങളെ പ്രൈവറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നയം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്ന സമയത്ത് അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നോക്കൂ, പല സ്ഥലങ്ങളും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളാണ്. തിരുവനന്തപുരം എയർപോർട്ട് എന്ന് പറയുന്നത് തെക്കേ അറ്റത്ത് കിടക്കുന്നു, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. രാജസ്ഥാനിലുള്ള എയർപോർട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ ഗുവാഹത്തിയിലുള്ള എയർപോർട്ട് തുടങ്ങിയ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, ജിയോഗ്രാഫിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് പ്രൈവറ്റൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ തന്നെ പങ്കെടുത്ത ചർച്ചകളിൽ ഞാൻ പറഞ്ഞതാണ്, എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും, അതിന്റെ ഗവേണൻസ് മാത്രമാണ് കൊടുക്കുന്നത്. പക്ഷെ അന്നും താങ്കൾ ഉൾപ്പെട്ട കക്ഷിയുടെ അന്നത്തെയും ഇന്നത്തെയും വാദം എന്ന് പറയുന്നത് ജിയോഗ്രാഫിക്കലായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള പ്രദേശങ്ങളിലേക്കുള്ള കാര്യങ്ങളിൽ പരിമിതി ഉണ്ടാകണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള കാര്യങ്ങളും നിയമങ്ങളുമാണ് മെയിൻലാൻഡിൽ നിന്ന് വിദൂരമായി കിടക്കുന്ന ഒരു അതിർത്തി തന്നെ നിർണ്ണയിക്കുന്ന ലക്ഷദ്വീപിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ഭൂവിസ്തൃതിയുടെ മാത്രം കാര്യമല്ല, ഒരു പോയിന്റ് കൂടി ഉണ്ട് ശ്യാം പറയാൻ. അവിടെ ഇൻഹാബിറ്റ് ചെയ്തിരിക്കുന്ന, അവിടെ ആൾക്കാർ താമസിക്കുന്ന ഐലൻഡുകളുടെ എണ്ണം വളരെ കുറവാണ്. ആ ഐലൻഡുകളെ പറ്റി പോലും ഇപ്പോൾ പല പഠനങ്ങളും പറയുന്നത് തന്നെ ലക്ഷദ്വീപ് അങ്ങനെ ഒരു ദ്വീപ സമൂഹമായിട്ട് എത്ര കാലത്തേക്ക് കഴിയും എന്നുള്ളത് അറിയില്ല. അപ്പൊ സസ്റ്റൈനൻസ് എന്ന് പറയുന്നതിനും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മോഡൽ ഉണ്ടാവുക എന്ന് പറയുന്നതും പ്രസക്തമാണ്. ഇന്ത്യയിൽ തന്നെ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത്, ഇന്ത്യയിൽ തന്നെയുള്ള പല സംസ്ഥാനങ്ങളിലും എന്തുകൊണ്ടാണ് 2 ചിൽഡ്രൻ പോളിസി ഗവൺമെന്റ് ജോലിയുടെ പ്രവേശത്തിനായാലും പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായാലും നിർബന്ധിതമാക്കി നടത്തുന്നത്? ഇതേ കാരണം തന്നെയാണ്. അവിടെയുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് ചെക്കിൽ നിർത്തേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമുണ്ട്. അതല്ലാതെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരെയുള്ള ആക്രമണമോ അല്ലെങ്കിൽ ഒരു ചെറിയ ഭൂവിസ്തൃതിയിലേക്കുള്ള പ്രദേശത്തേക്കുള്ള ആക്രമണമോ അല്ല. ഇനി ബൈക്കിൽ ട്രിപ്പിൾസ് അടിക്കുക, ബൈക്കിൽ ഹെഡ്ലൈറ്റ് ഇല്ലാതെ ഇരിക്കുക, ഹെഡ്ലൈറ്റിന് പൊട്ടില്ലാതെ ഇരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമല്ല, അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഡൊമസ്റ്റിക് വയലൻസുകളുണ്ട്, അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന 3 കൊലപാതകങ്ങൾ ഇത്രയും നാളായിട്ടുണ്ട്, അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. നാഷണൽ ക്രൈംസ് റെക്കോർഡ് ബ്യൂറോയുടെ 2019 ലേറ്റസ്റ്റ് കണക്കനുസരിച്ച്, അതുവരെയുടെ ഒഫീഷ്യലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ, അതനുസരിച്ച് പോലും അവിടെ ആ സമയത്ത് ആക്റ്റീവ് ആയിട്ടുള്ള 182 കേസുകളുണ്ട്. ഈ 182 കേസുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ട്രിപ്പിൾസ് അടിച്ചിരിക്കുന്നതല്ല, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഉൾപ്പെടെയുള്ള കേസുകളുണ്ട്. ഇത് തന്നെയുമല്ല, വളരെ പ്രധാനപ്പെട്ട പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലുള്ള ചില ഇംഗ്ലീഷ് മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തി 2012 മുതൽ ഇങ്ങോട്ടുള്ള പല കണക്കുകളിലും പറയുന്നത്, അവിടെയുള്ള റിപ്പോർട്ടിംഗ് സംവിധാനം, അവിടെയുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കുള്ള ദൂരം, ഏതൊക്കെ ഐലൻഡ് ആണ് എന്നുള്ളത് കൊണ്ട് പല ക്രൈമുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നും പ്രാദേശികമായിട്ട് ഒതുക്കപ്പെടുന്നുണ്ട് എന്നും ഇവിടെയുള്ള ആധികാരികമായുള്ള റിപ്പോർട്ടുകൾ, ലേഖകരെ ഉൾപ്പെടെ എനിക്ക് പറയാനുള്ള ഡേറ്റ എന്റെ കയ്യിലുണ്ട്. തീർച്ചയായും. സോ ഇത് ഒരു നിമിഷം എനിക്ക് തോന്നുന്നു അഖില് അക്ഷമനായി ഇരിക്കുകയാണ്. അഖിലെ ഞാൻ വരാം. അഖിലിന് ഒരുപാട് സമയം തരാം. ദയവായി ഒറ്റ ഇടവേള കൂടി അനിവാര്യമാണ്. ദയവായി 1 മിനിറ്റ് കൂടി എന്നോടൊന്ന് സഹകരിക്കും. പെട്ടെന്ന് തിരിച്ചെത്താം. ശ്രീ സന്ദീപ് വാര്യരുടെ ഉപദേശം ഞാൻ ശിരസ വഹിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അതിഥികൾ ഇല്ലാതാക്കുന്ന പ്രവണതയൊന്നും ഞങ്ങൾക്കില്ല. അത് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കൃത്യമായി അറിയാം. ഇവിടെ ജനാധിപത്യപരമായി ഞങ്ങളൊരു കൃത്യമായി തന്നെ ഒരു നിലപാടെടുക്കും. എന്നാൽ എല്ലാ രീതിയിലുള്ള ജനാധിപത്യ ചർച്ചകൾ ഇവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അഖിലിലേക്ക് പോവുകയാണ്. അഖിലേ പറഞ്ഞോളൂ, അതിനുശേഷം സന്ദീപ് വാര്യരിലേക്ക്. അതെ, ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ നമുക്ക് പകുതിക്ക് വെച്ച് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിപ്പോയി. എന്നാൽ സാരമില്ല. അപ്പൊ ഞാൻ 2-3 വിഷയങ്ങളിലേക്ക് ഒന്ന് വരാൻ വേണ്ടി വരട്ടെ. നമ്മുടെ ചർച്ചാ വിഷയം ഈ ലക്ഷദ്വീപ് ആയതുകൊണ്ട് ഞാൻ ലക്ഷദ്വീപിലേക്ക് തന്നെ എന്റെ ചർച്ച ഒതുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഗുണ്ട ആക്ടിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് ഈ എല്ലാ നിയമങ്ങളും നമ്മുടെ പേരിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതി വെക്കാം, പക്ഷെ ആക്ച്വലി നടപ്പിലാവുന്ന അതല്ല. കാര്യം ഇന്നലത്തെ ദിവസം കവരത്തിയിൽ 4 പേര്, ആന്ധ്രോത്തിൽ 7 പേര്, മൈത്രിയില് ഒരാളെ, മറ്റേ ഒരു ഐലൻഡിലൂടെ ഉണ്ട്, അവിടെ 7 പേര്. ഇത്രയും പേരെ ഫേസ്ബുക്കിലും വാട്സപ്പിലും പട്ടേലിനെതിരെ പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്വേഷിച്ച് നോക്കിക്കോ ഞാൻ പറയുന്നത് കള്ളമാണോ അല്ലേ എന്നുള്ള കാര്യം. പിന്നെ IPC എന്നൊരു നിയമം എന്തായാലും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഗുണ്ട ആക്ട് എന്തിനാണ്? IPC പ്രകാരം എന്തായാലും ആരുടെ വാ മൂടിക്കെട്ടാനൊന്നും പറ്റത്തില്ല.
സ്വാഭാവികമായിട്ട് ഗുണ്ട ആക്ട് വേണം. കാര്യം പ്രതികരിക്കാൻ ഭയപ്പെടണം. അകാരണമായി 6 മാസക്കാലം അല്ലെങ്കിൽ 1 വർഷക്കാലം ജയിലിൽ അടയ്ക്കപ്പെടണം. അത് തന്നെയാണ് നയം. ഇനി ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. കാര്യം എനിക്കൊരു ചെറിയ പേടിയുണ്ട്. കാര്യം ഈ പട്ടേലിന്റെ സ്വഭാവം നമ്മുടെ അവതാരകൻ കാണിക്കും, എന്നെ ബ്ലോക്ക് ചെയ്തിട്ട്. അതുകൊണ്ട് നമുക്ക് ലക്ഷദ്വീപിന്റെ വികസനത്തിലേക്ക് വരാം. എന്താണ് ലക്ഷദ്വീപിന്റെ അടിസ്ഥാന വികസനം നമ്മൾ നോക്കണം. അപ്പൊ ഇദ്ദേഹം വന്നേക്കുന്നത് ലക്ഷദ്വീപിനെ വികസിപ്പിക്കാം. ഇപ്പൊ നമ്മൾ ഞാനൊരു കാര്യം ആമുഖമായി എന്ന് പറഞ്ഞോട്ടെ. പൃഥ്വിരാജ് ഒരു പോസ്റ്റ് ഇട്ടു എന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോ എന്നോട് ഒരു ചോദ്യം ചോദിച്ചത്. എന്ത് അടിസ്ഥാനത്തിൽ പൃഥ്വിരാജിന് അല്ലെങ്കിൽ മലയാള സിനിമാ ലോകത്തെ പ്രമുഖർക്ക് പോസ്റ്റ് ഇടേണ്ടി വരുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ചർച്ചയെ കൊണ്ടുപോകേണ്ടത്. അപ്പൊ പട്ടേൽ അവിടെ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ പട്ടേൽ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, എന്താണ് ഈ ദ്വീപിൽ ചെയ്യേണ്ടത്. അന്ന് ഈ ദ്വീപിനെ കുറിച്ച് അറിയണം. ഈ ദ്വീപ്, അതായത് ലക്ഷദ്വീപ് സാധാ മറ്റു ദ്വീപുകളെ പോലെ ഇത് കോറൽ ദ്വീപാണ്. നമ്മുടെ ആൻഡമാനൊക്കെ എന്ന് പറഞ്ഞാൽ വോൾക്കാനിക് ദ്വീപാണ്. അപ്പം ഈ കോറൽ ദ്വീപ് ആക്ച്വലി പൊടിഞ്ഞു പോകുന്ന, അതായത് ഇത് വലിയൊരു കൂനയിൽ നിന്ന് പൊടിഞ്ഞുണ്ടായേക്കുന്ന വിവിധ ചുറ്റുവട്ടത്ത് കിടക്കുന്ന ദ്വീപ സമൂഹങ്ങളാണ്. അപ്പൊ ഓൾറെഡി ഒരു ദ്വീപ് മുങ്ങിപ്പോയി, ഇത് പൊടിഞ്ഞ് കംപ്ലീറ്റ്ലി പോയി. അപ്പൊ ഈ ദ്വീപിൽ, അതായത് വികസനം എന്ന് പറയുന്നത് ജനങ്ങളെ മാത്രം വിശ്വാസത്തിൽ എടുത്തിട്ട് കാര്യമില്ല, പരിസ്ഥിതിയെ വിശ്വാസത്തിൽ എടുക്കണം. വിശ്വാസത്തിൽ എടുക്കുന്നത് കൊണ്ടാണ് കുട്ടനാട്ടിൽ നടപ്പാക്കുന്ന വികസനമല്ല നമ്മൾ കൊല്ലം ടൗണിൽ നടപ്പാക്കുന്നത്, അതല്ല നമ്മൾ ഇടുക്കി മലയോര മേഖലയിൽ നടപ്പാക്കുന്നത്. അപ്പൊ ആ പ്രദേശത്തെ കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ വികസനം എത്താൻ. പിന്നെ അടിസ്ഥാനപരമായി അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം എന്താണെന്നാണ് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. അവിടെ കറണ്ട് ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ ജനറേറ്ററിലും അവിടെ സോളാറിലുമാണ് പ്രവർത്തിക്കുന്നത്. ഈ മൺസൂൺ കാലം വരുമ്പോഴത്തേക്ക് ഇവിടെ വലിയ പ്രശ്നം വരും. കാര്യം കപ്പലുകൾ അടുക്കുന്നതിനെ കുറിച്ച് വലിയ പ്രശ്നങ്ങളാണ് അവിടെ. സ്വാഭാവികമായിട്ടും ഈ കപ്പൽ അവിടെ പ്രോപ്പറായിട്ട് ഡീസൽ കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ വലിയ എമൗണ്ട് കൊടുത്ത് ഡീസലിന് 200 രൂപ വരെ കൊടുത്ത് ഡീസൽ വാങ്ങേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. 2 ആരോഗ്യ മേഖലയിലെ സംരക്ഷണം, അവിടുത്തെ മെഡിക്കൽ ഡെവലപ്മെന്റ് വളരെ മോശമാണ്. അപ്പം ഒരാൾ അവിടെ പുതിയതായി വന്ന് ചാർജ് എടുത്താൽ, ഞാൻ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്, ഞാൻ ചാർജ് എടുക്കുന്ന എന്റെ ദ്വീപിനെ എനിക്ക് രക്ഷിക്കണം. അവിടെ എന്താണ് വേണ്ടത്? ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, വൈദ്യുതി. ഇതാണ് ആദ്യമായിട്ട് അടിസ്ഥാനപരമായി ഫോക്കസ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് അവർക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കി കൊടുക്കാം എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ 4മതാണ് ചിന്തിക്കേണ്ടത്. അവിടെയാണ് പട്ടേൽ പരിപൂർണമായും പരാജയപ്പെടുകയും. കാരണം ഈ ലക്ഷദ്വീപിലേക്ക് ഈ പറഞ്ഞ വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡീസൽ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒരു കപ്പൽ ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കപ്പലിന്റെ നിർമ്മാതാക്കൾ എവിടാന്ന് ആലോചിച്ചാൽ അതിന്റെ അത് ഗുജറാത്തികളാണ്. ആ കമ്പനി ഗുജറാത്തിനോട് എന്താണ് അഖിൽ ഇത്ര ഒരു വിരോധം? ഗുജറാത്ത് എന്ന് പറയുമ്പോൾ അഖിൽ അങ്ങ് ഭയങ്കരമായ രോഷാകുലനാവുകയാണല്ലോ. എനിക്ക് ഗുജറാത്തിനോട് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ജനങ്ങൾക്ക് എന്തുകൊണ്ട് സംശയം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അടിസ്ഥാനപരമായി 97% മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് സ്വാഭാവികമായും കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് BJP. വർഗീയ പാർട്ടിയാണ്, അവർ മുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്ന പാർട്ടിയാണ്. അപ്പൊ അവരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിൽ ഒരാളായിരിക്കണം വന്ന് ചാർജ് എടുക്കേണ്ടത്. അദ്ദേഹം അവിടെ വന്ന് ചാർജ് എടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ കപ്പലിന്റെ കാര്യത്തിലേക്ക്, അതാണ് വളരെ രസകരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ജനുവരി മാസം അവസാനം നരേന്ദ്രമോദി കൊച്ചി പോർട്ടിൽ കിടക്കുന്ന ഈ കപ്പൽ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഓയിൽ ടാങ്കറാണ്. ലക്ഷദ്വീപ് കോർപ്പറേഷന്റെ അണ്ടറിലുള്ള ഒരു ഓയിൽ ടാങ്കർ ഈ കപ്പൽ ഉണ്ടാക്കുന്നു. അപ്പൊ അതിന്റെ ഡിഫക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് പേരെ ചുമതലപ്പെടുത്തുന്നു. ഈ ഡിഫക്റ്റ് പഠിച്ചിട്ട് പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഈ ഡിഫക്റ്റ് പഠിക്കാൻ വന്നവർ ആദ്യം ഒരു കൊച്ചു പുസ്തകമായിട്ടാണ് ഈ പറഞ്ഞ കൊച്ചു പുസ്തകം ഞാൻ ഉദ്ദേശിച്ചത് വളരെ ചെറിയ താളുകളുള്ള. മനസ്സിലായി. അതിനകത്ത് പതുക്കെ നോട്ട് ചെയ്ത് തുടങ്ങിയ ആൾക്കാർക്ക് ഇന്നിപ്പോ 3 മാസമായിട്ട് 3 ഡയറിയിൽ എഴുതിയിട്ടും ഈ കപ്പലിന്റെ ഡിഫക്റ്റ് കഴിഞ്ഞിട്ടില്ല, ഇതുവരെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. ഈ കപ്പലിനകത്ത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് 1000 ടൺ നമ്മുടെ ഓയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കപ്പലിനകത്ത് 700 മാത്രമേ കഴിയുന്നുള്ളൂ. ഈ കപ്പലിന്റെ ഡിസൈൻ തന്നെ ഫോൾട്ടാണ്. വലിയ അഴിമതിയാണ് ആ കപ്പലിനകത്ത് തന്നെ നടന്നേക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള അപ്പൊ വീണ്ടും ദ്വീപ സമൂഹത്തിന്റെ കാര്യത്തിൽ അവിടെ പ്രശ്നങ്ങളായി. അപ്പൊ ഇപ്പൊ ചെയ്ത പരിപാടി എന്താണ്? നമ്മുടെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈ കപ്പല് വീണ്ടും അവിടേക്ക് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. 70% സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഒരു കോർപ്പറേഷനാണ് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ആണെന്നുണ്ടെങ്കിലും. ഇനി അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ ആരോഗ്യ രംഗത്തെ കാര്യം നമ്മൾ ആലോചിക്കാം. ഇദ്ദേഹം വന്നുകൊണ്ടേ ചെയ്തത് 7ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾക്കെല്ലാം മത്സ്യമാംസാദികൾ ഒന്നും കഴിക്കണ്ട എന്നൊരു തീരുമാനമെടുക്കുന്നു. നോക്കൂ, നരേന്ദ്രമോദി തന്നെ സ്കൂളിൽ കഴിക്കണ്ടെന്നല്ലേ, അവർ വീട്ടിലും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതെ ഞാൻ പറഞ്ഞത് നമ്മുടെ സാധാരണ സ്കൂൾ കുട്ടികൾക്ക്, നമ്മൾ ഇപ്പം വീടുകളിൽ കഴിക്കാൻ സാഹചര്യമില്ലാത്ത കുട്ടികൾക്ക് സ്കൂളിലാണ് ഈ മുട്ടയും പാലും നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഈ മുട്ട, പാല്, മത്സ്യം, ഇറച്ചി എന്നൊക്കെ ഇപ്പം ബീഫ് കൊടുക്കണ്ട, പക്ഷെ മുട്ടയും പാലും മത്സ്യവും കൊടുക്കുമ്പോൾ അദ്ദേഹം വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തിനാണ് അദ്ദേഹത്തിന്റെ താല്പര്യം? അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വൈസ്രോയുടെ മനോഭാവത്തോടു കൂടി വന്ന് എനിക്കിവിടെ എന്തുമാകാം. അതിന് അദ്ദേഹം ആദ്യം ചെയ്തത്, സാധാരണ ലക്ഷദ്വീപില് അധികാരം എന്ന് പറയുന്നത് സബ് ഡിവിഷണൽ ഓഫീസേഴ്സിനാണ്. അവർക്ക് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരമുണ്ട്. അവരെല്ലാം തദ്ദേശീയരാണ്. അവരെല്ലാം മാറ്റി പകരം ഉത്തരേന്ത്യയിൽ നിന്ന് തന്റെ കീഴിൽ ആൾക്കാരെ കൊണ്ടുവന്നു. ഈ ആൾക്കാർ, അതായത് ഞാനൊരു ടീമിന്റെ ക്യാപ്റ്റൻ ആവുന്നു, ഞാനാൽ നിയന്ത്രിക്കപ്പെടുന്ന എന്റെ ടീമിനെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തദ്ദേശീയ ആൾക്കാർ പറ്റില്ല.
പകരം പുതിയ ആൾക്കാരെ വെക്കുന്നു. ഈ പുതിയ ആൾക്കാരെ വെച്ചുകൊണ്ട് അവിടെ വന്ന് കയറുന്ന ഒരു സാധാരണക്കാരൻ ഒരു പരാതി കൊടുക്കാൻ ചെന്നാൽ മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത ഈ ഉത്തരേന്ത്യയിൽ നിന്ന് ഈ ആൾക്കാർക്ക് ഇവന്റെ ഒന്നും വിഷമങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതാണ് സാധാരണക്കാരൻ അവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ. അതിനിടയിലാണ് വർഗീയ വികാരം ആളിക്കത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ബീഫ് നിരോധനം എന്ന് പറയുന്ന അടുത്ത ഒരു അജണ്ട കൂടി നടപ്പിലാക്കുന്നു. അപ്പൊ ഈ ബീഫ് നിരോധനം വരുമ്പോൾ പ്രശ്നം അത് ഈ ഏറ്റവും രസകരമായ കാര്യം ഇവിടെ ചാനൽ ചർച്ച ചെയ്ത സന്ദീപ് വാര്യർ, ശ്രീജിത്ത് പണിക്കർ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം, പൊതുജനങ്ങളുടെ അഭിപ്രായം തേടാൻ വേണ്ടി ഒരു കരട് വെക്കുകയാണെന്ന്. അതായത് ഞാനൊരു കരട് ഉണ്ടാക്കുകയാണ്, ഞാനൊരു കുളം പറ്റിക്കാൻ പോവുകയാണ്, ഞാൻ ഈ കുളം പറ്റിക്കാൻ പോവുകയാണെന്ന് ഞാൻ മത്സ്യങ്ങളോട് അവിടെ ജീവിക്കുന്ന തവളകളോട് അഭിപ്രായം ചോദിച്ചാൽ അവർ എന്ത് മറുപടി പറയും? കോമൺ സെൻസ് ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കി കൂടെ ഇതുങ്ങളെല്ലാം ചത്തുപോകുന്നു, ഇത് അവരോട് ചോദിക്കുന്ന മണ്ടത്തരമാണെന്നുള്ള കാര്യം. 97% മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു കരട് റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കിയാണ് ഞങ്ങൾ ബീഫ് നിരോധിക്കാൻ പോവുകയാണ്. അല്ല, ഇത് അടിച്ചേൽപ്പിക്കുകയല്ലോ അഖിലേ. അല്ല, ഞാൻ പറയുന്നത് ഈ മത്സ്യങ്ങളോട് തന്നെയാണല്ലോ ചോദിക്കുന്നത്. അങ്ങനല്ല, ഞാൻ ഒറ്റ നിമിഷം ഞാൻ സന്ദീപ് വാര്യരിലേക്ക് ഒന്ന് പോയിട്ട് തിരിച്ചെത്താം. സന്ദീപ് മറുപടി പറയാനുള്ളത് പുള്ളി കേട്ടിട്ട് പോണേ, വന്നിട്ട് പുള്ളി ബാക്കി ഫുള്ള് മറുപടി പറയട്ടെ. ഒറ്റ നിമിഷം സന്ദീപ് മറുപടി പറഞ്ഞോട്ടെ. ശരി, ആ പോയിന്റ് ഒന്ന് പൂർത്തിയാക്കാം അഖിലേ, എന്നിട്ട് ഞാൻ സന്ദീപിലേക്ക് പോവാം. അതെ, അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ഈ കരട് വെക്കുക എന്നതിനകത്ത് ഇവർ ലക്ഷ്യം വെക്കുന്നത് തന്നെ മതപരമായിട്ടുള്ള ഒരു അഭിപ്രായം എവിടെ സൃഷ്ടിക്കപ്പെടണം? ഇന്ത്യ ഒട്ടാകെ സംഭവിക്കണം. അതാണ് അടിസ്ഥാനപരമായ ലക്ഷ്യം, ഇന്ത്യ ഒട്ടാകെ. അതേപോലെ ഇപ്പൊ നമ്മുടെ ലക്ഷദ്വീപ് സമൂഹത്തിൽ നിന്ന് അതിനു വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവരുന്ന തന്ത്രപരമായിട്ടുള്ള മറ്റു ചില ന്യൂസുകളുടെ ഭാഗമായിട്ടാണ് ഈ ശ്രീലങ്കൻ ബോട്ട് പിടിച്ചെടുത്തു, AK-47 പിടിച്ചെടുത്തു, മയക്കുമരുന്ന് പിടിച്ചെടുത്തു. അയ്യോ, അതൊക്കെ സത്യമാണ്, അതൊക്കെ ന്യൂസായി വന്നതാണ്. വിഴിഞ്ഞത്തുനിന്ന് പിടിച്ചെടുത്തില്ലേ? എങ്കിൽ പിന്നെ കേരളത്തെ അടച്ചുപൂട്ടാത്ത എന്താ? കേരളത്തിൽ അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ടുവന്ന് കേരളത്തിലുള്ള ജനങ്ങളെ ഉണ്ടാക്കി നോക്കാം, എന്തായാലും നോക്കാം, അത് വിശദമായി നോക്കാം. സന്ദീപ് ഇനിയെങ്കിലും പറയാം. ഒന്ന് ശ്രീത്ത് കൈ പൊക്കിയിട്ടുണ്ട്. ശ്രീത്ത് ഞാൻ വരാം, ഒരു നിമിഷമേ, ഒറ്റ നിമിഷം. സന്ദീപിലേക്ക് ഒന്ന് പോട്ടെ. ഞാൻ ശ്രീ ദേവരാജനും ശ്രീ അഖിലിനും ഒരുമിച്ച് മറുപടി കൊടുക്കാം. അവർ രണ്ടുപേരുടെയും പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിലവിലുണ്ടായിരുന്ന IAS ഉദ്യോഗസ്ഥന്മാർക്ക് ബ്യൂറോക്രാറ്റ്സിന് പകരമായി ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതാണ് അഖിലും ഉന്നയിച്ചത്, അതുപോലെ ശ്രീ ദേവരാജൻ ഉന്നയിച്ചത്. ശ്രീ ദേവരാജൻ ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്, രാഷ്ട്രീയ നേതാവാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഒരു ബ്യൂറോക്രാറ്റിനേക്കാളും ഏറ്റവും കൂടുതൽ ജനങ്ങളെ മനസ്സിലാക്കുന്നതും ജനങ്ങളോട് കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാകുന്നതും കുറച്ചുകൂടി ആർദ്രതയോടുകൂടി ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ജനകീയമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതും എപ്പോഴും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ബ്യൂറോക്രാറ്റിന് മൂലം IAS ഉദ്യോഗസ്ഥനേക്കാൾ എപ്പോഴും നല്ലത് ഒരു ജനനേതാവായിരിക്കും, ഒരു രാഷ്ട്രീയ നേതാവായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. നമ്മുടെ ചരിത്രം അതാണ്. എപ്പോഴും ബ്യൂറോക്രാറ്റ്സിന്റെ ഭരണം, അടിയന്തരാവസ്ഥ കാലത്തൊക്കെ നമുക്കറിയാം എന്താണ് ഈ രാജ്യത്തുണ്ടായത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അനാവശ്യമായിട്ടുള്ള അധികാരങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ മേൽ വലിയ മർദ്ദക ഭരണം ഇവിടെ അരങ്ങേറി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. അപ്പൊ അതൊക്കെ നമ്മുടെ രാജ്യത്തെ ചരിത്രമാണ്. ഇവിടെ പ്രശ്നം ഒരു പൊളിറ്റിക്കൽ ലീഡർ ആദ്യമായിട്ട് വരുന്നു. അദ്ദേഹം ഈ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന ലക്ഷദ്വീപിലെ കുറച്ച് ബ്യൂറോക്രാറ്റ്സിനെ ഒരുപക്ഷെ അദ്ദേഹം ചട്ടം പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാകും, പണിയെടുപ്പിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാകും. സ്വാഭാവികമാണ്, നിങ്ങളുടെ കമ്പനി നിങ്ങൾ വളരെ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് ഇങ്ങനെ കഴിഞ്ഞു പോരുന്നതിനിടയ്ക്ക് പുതിയൊരു ബോസ് പെട്ടെന്ന് കടന്നു വന്ന് അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടപ്പാക്കുന്ന സമയത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് അവിടെയും സംഭവിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറുവശത്ത് അദ്ദേഹം അഖില് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതുപോലെ ദേവരാജൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. ഇതെല്ലാം ഡിബേറ്റബിൾ ആണ്, ചർച്ച ചെയ്യാൻ തയ്യാറാണ്. മറിച്ച് അഖില് പറഞ്ഞ ചില കാര്യങ്ങൾ ഗുജറാത്തികളായതുകൊണ്ട്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഏതോ ഒരു കപ്പലിന്റെ കാര്യം പറഞ്ഞു. അഖിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ആകെ ഗുജറാത്തിലെ ഇവിടെ ലക്ഷദ്വീപിലേക്ക് ഉണ്ടായിരുന്നത് 2 കപ്പൽ സർവീസ് ആണെങ്കിൽ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയപ്പോഴാണ് ദ്വീപിലേക്ക് കൂടുതൽ കപ്പലുകൾ അനുവദിച്ചത്. അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടായത്, കൂടുതൽ വലിയ കപ്പലുകൾ അടുക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായത് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയപ്പോഴാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ദ്വീപിലെ ജനങ്ങൾ ഏറ്റവും ആരാധിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വം എന്ന് പറയുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടേതാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് ദ്വീപിലേക്കുള്ള ഡെവലപ്മെന്റ് വർക്കിന് വേണ്ടി ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള സബ്മറൈൻ കേബിൾ അടക്കമുള്ള സംവിധാനങ്ങൾ. അപ്പോൾ അവിടെ വൈദ്യുതി ഇല്ല, അവിടെ ഡീസൽ, ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ലക്ഷദ്വീപ് ഡെവലപ്പ് ചെയ്യേണ്ട സമയത്ത് അവിടെ വൈദ്യുതി ആവശ്യമുണ്ട്, അതല്ലെങ്കിൽ അവിടെ ഇന്ധനത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനൊക്കെ കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുന്നു എന്നാണല്ലോ നിങ്ങൾ ഈ കമ്പനിയുടെ കാര്യം പറഞ്ഞപ്പോൾ, ഗുജറാത്ത് ഈ കമ്പനിയുടെ കാര്യം പറഞ്ഞപ്പോൾ. ഈ ഗുജറാത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ കേരളത്തിൽ ഓക്സിജൻ വേണ്ടാന്ന് പറയേണ്ടി വരും. കാരണം പാലക്കാട്ട് ഇനോക്സ് എന്ന് പറയുന്നത് ഒരു ഗുജറാത്തി കമ്പനിയാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും അധികം ഓക്സിജൻ വിതരണം ചെയ്യുന്ന കമ്പനി തന്നെ ഒരു ഗുജറാത്തി ഫേമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് വേണ്ട, ഞങ്ങൾക്ക് ഗുജറാത്തികളുടെ ഓക്സിജൻ വേണ്ട എന്ന് പറയുമോ? അങ്ങനെ പറയാൻ പറ്റുമോ?
ഈ രാജ്യത്തുള്ള ഒട്ടേറെ പ്രമുഖരായിട്ട് ഗുജറാത്തികൾ നല്ല വ്യവസായികളാണ്, ഇൻഡസ്ട്രിയലിസ്റ്റുകളാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ആ മേഖലയിൽ ഒരു ആധിപത്യം ഉണ്ട്. അത് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. നമുക്ക് സ്വർണ്ണക്കടത്തിൽ ആധിപത്യം ഉള്ളതുപോലെ അവർക്ക് വ്യവസായത്തിൽ ആധിപത്യമുണ്ട്. അതൊരു സത്യമാണ്. ആ സത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഗുജറാത്തികളെ നിങ്ങൾ ഈ വംശീയമായിട്ട് ഗുജറാത്ത് കോൺഗ്രസിന് ജയിക്കാൻ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഗുജറാത്ത് കുറെ കാലമായി BJP ഭരിക്കുന്നതുകൊണ്ട് ഗുജറാത്തികളെ വംശീയമായി അധിക്ഷേപിക്കുക എന്നുള്ളത് ഒരു പൊതു നയമായിട്ട് പലരും സ്വീകരിച്ചിരിക്കുകയാണ്. ഗുജറാത്ത് ഇന്ത്യയുടെ ഭാഗമല്ലേ? ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന ഒരു സ്ഥലം, ഏറ്റവും കൂടുതൽ നികുതി വരുമാനം വരുന്ന സ്ഥലം, ഏറ്റവും FDI ഇൻഫ്ലോ വരുന്ന ഒരു സ്ഥലം, ഈ ഗുജറാത്ത് പോലെ ഏറ്റവും അധികം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലം, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്ന സ്ഥലം. ഇപ്പൊ നിങ്ങൾ അമുലിനെ നോക്കൂ. ഏറ്റവും ദുഃഖകരമായി എനിക്ക് തോന്നിയത് നമ്മുടെ വർഗീസ് കുര്യനെ പോലെയുള്ള ഒരു മലയാളി, ഒരു ക്രൈസ്തവനായിട്ടുള്ള ഒരു മലയാളി പടുത്തുയർത്തിയിട്ടുള്ള ഗുജറാത്തിലെ കോപ്പറേറ്റീവ് സെക്ടറിലെ ഒരു സ്ഥാപനമാണ്. അത് കമ്പനിയൊന്നുമല്ല, അതൊരു സഹകരണ സ്ഥാപനമാണ്. ഗുജറാത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ക്ഷീര കർഷകരുടെ ഒരു സഹകരണ സ്ഥാപനമായ അമുൽ 10-22,000 കോടി രൂപയുടെ ടേൺ ഓവറുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹകരണ സ്ഥാപനം. ആ സഹകരണ സ്ഥാപനത്തിന് കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ടാണ് ലക്ഷദ്വീപിലെ ഡയറി ഫാമുകൾ അടച്ചുപൂട്ടിയത് എന്നൊക്കെയുള്ള ലോജിക്ക് ആർക്ക് 80,000 മാത്രം ജനസംഖ്യയുള്ള ലക്ഷദ്വീപിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റിട്ട് വേണോ അമുലിന് ലാഭം ഉണ്ടാക്കാൻ? അമുൽ പോലെ ഒരു കമ്പനിക്ക് ഇന്ത്യയിൽ മുഴുവൻ ഇത്ര വലിയ നെറ്റ്വർക്കുള്ള നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന അമുൽ, ആ അമുല് പോലെ ഒരു സഹകരണ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ലക്ഷദ്വീപിലെ 35 പശുക്കളുടെ കറവ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് എന്ത് ലോജിക്ക്? അത് അപ്പോൾ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം കുറ്റങ്ങൾ കണ്ടെത്തുക. നിങ്ങൾക്ക് യഥാർത്ഥമായ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അഡ്രസ് ചെയ്യൂ. അവിടുത്തെ ജനപ്രതിനിധിയായിട്ടുള്ള MP മുഖാന്തരം അത് അഡ്രസ് ചെയ്യട്ടെ. അത് അഡ്രസ് ചെയ്യുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. അവിടെ ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ അഡ്മിനിസ്ട്രേറ്ററുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ആരോപിക്കുന്നത് പോലെ അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? നമുക്കത് പരിഹരിക്കാം, പരിഗണിക്കാം, ചർച്ച ചെയ്യാം, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഇതൊരു ഹിന്ദു മുസ്ലിം ഇഷ്യൂ ആയിട്ട് ടേക്കപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും അതൊരു ആ രീതിയിൽ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നതും ഒക്കെ വാസ്തവത്തിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ്. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആൻഡമാൻ എന്ന് പറയുന്നതൊക്കെ ഇന്ത്യയുടെ മുക്കാൻ കഴിയാത്ത എയർക്രാഫ്റ്റ് കാരിയറുകളാണ്. ശത്രു രാജ്യങ്ങൾക്ക് മുക്കാൻ കഴിയാത്ത എയർക്രാഫ്റ്റ് കാരിയറുകളാണെന്നാണ് ലക്ഷദ്വീപിനെ കുറിച്ചും ആൻഡമാനെ കുറിച്ചും നമ്മൾ പറയാറുള്ളത്. അതായത് ഇന്ത്യയുടെ സെക്യൂരിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. തൊട്ടപ്പുറത്ത് ഡിബൂട്ടി ആണെങ്കിലും അതുപോലെ തന്നെ ഗാദ്വാർ പോർട്ട് ആണെങ്കിലും ഒക്കെ ചൈന വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ലക്ഷദ്വീപ് വളരെ തന്ത്രപ്രധാനമാണ്. ഞാൻ നേരത്തെ ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യത്തോട് എനിക്ക് യോജിപ്പില്ല. കാരണം ലക്ഷദ്വീപിന്റെ പരിസരത്ത് നിന്ന് മയക്കുമരുന്ന് പിടിച്ചു, അതല്ലെങ്കിൽ ലക്ഷദ്വീപ് അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് ചേർന്ന് നിൽക്കുന്ന അവിടെ ഇപ്പൊ സോമാലിയൻ കടൽ കൊള്ളക്കാരെ അവിടെ നിന്ന് പിടിച്ചിട്ടുണ്ട് എന്ന് കരുതി ലക്ഷദ്വീപിലെ ജനങ്ങളെ ഒരു ക്രിമിനലുകൾ എന്ന രീതിയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇക്വേറ്റ് ചെയ്ത് വരുന്ന അത്തരം നിലപാടുകളോട് എനിക്ക് യോജിപ്പില്ല. ലക്ഷദ്വീപിലെ ജനങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട്, ലക്ഷദ്വീപിലെ ജനങ്ങളോട് ചർച്ച ചെയ്തുകൊണ്ട്, അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ അവിടെ വികസന പ്രവർത്തനം നടക്കൂ എന്നുള്ളത് തീർച്ചയാണ്. ഒപ്പം ഇന്ത്യയുടെ ഭാഗമാണ് ലക്ഷദ്വീപ് എന്ന ഓർമ്മ ഈ ആളുകൾക്കും വേണം. കാരണം ഇന്ത്യയുടെ മെയിൻലാൻഡിലുള്ള നിയമങ്ങളൊക്കെ ലക്ഷദ്വീപിലും ബാധകമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ അഖില് പറഞ്ഞൊരു കാര്യം, ഗുണ്ട ആക്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഗുണ്ട ആക്ട് ഇല്ലേ, കാപ്പ ഇല്ലേ ഇവിടെ? എന്നിട്ട് അഖിലിന് ഇവിടെ അഭിപ്രായം പറയാൻ വല്ല പ്രശ്നമുണ്ടോ? എനിക്ക് അഭിപ്രായം പറയാൻ വല്ല പ്രശ്നമുണ്ടോ? ഇവിടെ കാപ്പയുണ്ടല്ലോ. അപ്പൊ അതൊന്നും അല്ല. അവിടെ ആ രീതിയിൽ നിയമങ്ങൾ ദുരുപയോഗിക്കുന്ന ഒട്ടേറെ നിയമങ്ങൾ ഉണ്ടാകാം. പക്ഷേ 80,000 പേര് വസിക്കുന്ന സ്ഥലമാണെങ്കിലും ഇപ്പൊ മാഹി, അങ്ങനെയാണെങ്കിൽ മാഹിയിൽ നിയമങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. പോണ്ടിച്ചേരി അവിടെ കിടക്കുന്നു, മാഹി തലശ്ശേരി പാലം കഴിഞ്ഞാൽ എത്ര കുറച്ച് സമയം മാഹിയിൽ പോലീസ് സ്റ്റേഷൻ ആവശ്യമുള്ളല്ലോ നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ. അങ്ങനെയൊന്നുമല്ല. എത്ര കുറച്ച് സ്ഥലമാണെങ്കിലും അവിടെ പോലീസ് സ്റ്റേഷൻ വേണ്ടി വരും, അവിടെ നിയമ സംവിധാനം വേണ്ടി വരും, അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ നിയമങ്ങളുടെ നിർമ്മാണം വേണ്ടി വരും, അതൊക്കെ അവിടെ വേണ്ടി വരും. ആ നിയമങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായം തേടിയിട്ടാണ് നിയമനിർമ്മാണം ഉണ്ടാകുന്നത്. ബീഫ് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ അഭിപ്രായം തേടിയിട്ടുള്ള ഒരു കരട് മാത്രമാണ്. ജനങ്ങൾക്ക് മറുപടി പറയാൻ അവസരമുണ്ട്. ജനങ്ങളുടെ അവിടെ തീർച്ചയായും ജനങ്ങളുടെ അഭിപ്രായത്തിന് വിരുദ്ധമായി ഒന്നും നടക്കില്ല. BJPക്ക് ലക്ഷദ്വീപിലെ ജനങ്ങളുടെ വികാരത്തെ ഹനിക്കാനോ അവരിൽ എന്തെങ്കിലും കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനോ ഉള്ള ഒരു താല്പര്യവുമില്ല. കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ല. ലക്ഷദ്വീപിലെ ജനങ്ങളും ഭാരതത്തിലെ ജനങ്ങളാണ്. ഭാരതത്തിലെ 130 കോടി പൗരന്മാരിൽ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ പൗരന്മാരാണ് അവർ എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസനം തന്നെയാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്. ശ്രീ ദേവരാജിലേക്ക് വരാം. ഒറ്റ നിമിഷം, താങ്കൾ കൈപൊക്കിയിട്ടുണ്ട്, താങ്കളിലേക്ക് വരാം. പെട്ടെന്നൊരു ഇടവേള, വേഗത്തിൽ തിരിച്ചെത്താം. ഞാൻ ഒരു കാര്യം മാത്രമാണ്, അതായത് ശ്രീ സന്ദീപ് പറഞ്ഞ ഒരു കാര്യം, അതായത് ഒരു IAS-കാർ മാത്രം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ IAS-കാർ മാത്രം വഹിച്ചിരുന്ന ഒരു പദവിയിലേക്ക് ഒരു രാഷ്ട്രീയക്കാരൻ വന്നതിനെ ഞാൻ എതിർക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന് തോന്നിയതെങ്കിൽ തെറ്റാണ്.
കാരണം ഞാൻ അതിനെ എതിർത്തിട്ടല്ല പറഞ്ഞത്. IAS മാത്രമുണ്ടായിരുന്ന ഒരു പദവിയിലേക്ക് ആദ്യമായി ഒരു രാഷ്ട്രീയക്കാരൻ വന്നപ്പോൾ ഒരു പ്രത്യേക അജണ്ടയുമായിട്ടാണ് ആ രാഷ്ട്രീയക്കാരൻ വന്നത് എന്നുള്ളതാണ്. ആ രാഷ്ട്രീയക്കാരന്റെ കാഴ്ചപ്പാട് ജനങ്ങളുടെ പൊതുവികാരത്തോടൊപ്പമായിരുന്നെങ്കിൽ ഇനി ചർച്ചയും ഉണ്ടാവില്ല. മറിച്ച് ആ പൊതുവികാരത്തിനെതിരായി മാറിയിട്ടാണ് ജനങ്ങൾ ഇവിടെ പ്രക്ഷോഭത്തിലേക്ക് വന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് രാഷ്ട്രീയ നിയമനം ഉണ്ടായി എന്നുള്ളതിനല്ല ഞാൻ എതിർത്തത്. അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്ത് നിന്നപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സ്വയംഭരണത്തിന് വേണ്ടി പോലും നമ്മൾ വാദിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിൽ എനിക്ക് യാതൊരു ആംബിഗ്യൂറ്റിയും അക്കാര്യത്തിലില്ല. നിശ്ചയമായിട്ടും രാഷ്ട്രീയ നിയമനങ്ങൾക്ക് രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾക്ക് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ കഴിയും, അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. പക്ഷെ ഇവിടെ വിവാദമായിരിക്കുന്ന ശ്രീ പ്രഫുൽ കോറ പട്ടേലിന്റെ തീരുമാനങ്ങൾ, അദ്ദേഹത്തിന്റെ ബാക്ക് ഹിസ്റ്ററി ഇപ്പോഴാണല്ലോ പലരും ചകഞ്ഞു തുടങ്ങിയത്. അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹത്തിന്റെ പഴയ ചരിത്രം എന്തായിരുന്നു എന്നുള്ളത്. അവിടെ ഡാമൻ ദ്വീപിലെ MP-യുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലും അദ്ദേഹത്തിനെ കുറ്റക്കാരനാക്കുന്ന തരത്തിൽ മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ പരാമർശം നടത്തിയിട്ടുണ്ട്. കേസിലാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹം നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ് ഗുജറാത്തില്. അതിനുശേഷം അദ്ദേഹത്തെ BJP കൊടുക്കാതെ മാറ്റി നിർത്തിയിട്ടുള്ള ആളാണ്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ ഇപ്പോഴാണ് ആളുകൾ ചികഞ്ഞു തുടങ്ങിയത്. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളെ ജനങ്ങൾ സംശയത്തോടുകൂടി വീക്ഷിക്കുകയും എന്തിനു വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ടാണ് പ്രക്ഷോഭത്തിലേക്ക് വരികയും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം ഞാൻ ആവർത്തിച്ച് പറയാൻ കാരണം, ലക്ഷദ്വീപിനെ നിങ്ങൾക്ക് ഗോവയാക്കി മാറ്റാൻ കഴിയില്ല. ലക്ഷദ്വീപ് ഗോവയാക്കി മാറാൻ പറ്റുന്ന ഒരു പ്രദേശമല്ല. ഈ പറഞ്ഞതുപോലെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയ പ്രദേശം തന്നെയാണത്. കേന്ദ്ര ഏജൻസിയാണ് നിലവിലില്ലാത്തത്. അതുകൂടി ഓർക്കുക. ഈ മയക്കുമരുന്നോ അല്ലെങ്കിൽ ഈ ആയുധ കച്ചവടമോ തടയുന്നതിന് വേണ്ടി നിങ്ങൾ സ്കൂളിൽ മാംസാഹാരം നിരോധിച്ചത് കൊണ്ട് പ്രയോജനം ഉണ്ടാകുമോ? ഈ മയക്കുമരുന്നും ആയുധ കച്ചവടവും തടയുവാൻ വേണ്ടി നിങ്ങൾ അംഗനവാടി പൂട്ടുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാകുമോ? തീർച്ചയായും. സന്ദീപ് പെട്ടെന്ന് മറുപടി. ഒറ്റ മിനിറ്റ്, എനിക്കൊന്ന് അഖിലേക്ക് പോകണം. ഒറ്റ മിനിറ്റോടെ പെട്ടെന്ന് മറുപടി വേണം. പെട്ടെന്ന്. സർ, സ്കൂളിൽ മാംസാഹാരം സ്കൂളിൽ കോഴിമുട്ടയോ അതല്ലെങ്കിൽ മത്സ്യമോ ഒന്നും നിരോധിച്ചിട്ടില്ല. അവിടെ മാംസാഹാരം, കേരളത്തിലെ സ്കൂളുകളിൽ നിങ്ങൾ മാംസാഹാരം കൊടുക്കുന്നുണ്ട്. ഇവിടെ കോഴിമുട്ടയും പാലും കൊടുക്കുന്നത്, അതെല്ലാം അവിടെയും ലഭ്യമാണ്. ബാക്കിയുള്ള ആരോപണ ഈ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. അഖിലേ പറഞ്ഞു പെട്ടെന്ന് വേഗം പോയിന്റ് ഒന്ന് സമർപ്പിക്കണം. മറന്നു പോകാതിരിക്കാൻ വേണ്ടി ദ്വീപ് നിവാസികൾ എന്നോട് എന്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ ചർച്ചയിൽ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതായത് കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ലക്ഷദ്വീപിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില മത തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഈ വിഷയത്തെ ആളിക്കത്തിക്കാൻ ഒരു ശ്രമം നടത്തുന്നതായിട്ട് അവരിൽ പലരും കാണുന്നുണ്ട്. ദയവ് ചെയ്ത് അത്തരക്കാരുടെ ഒരു പിന്തുണയും വേണ്ട എന്ന് ഈ ചർച്ചയിൽ ഒന്ന് പറഞ്ഞേക്കാൻ എന്റെ 1-2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലൊരാൾ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റുമായിരുന്നു. അപ്പം ഇത്തരം പിന്തുണകൾ അവർക്ക് കൂടുതൽ കുഴപ്പമുണ്ടാക്കുമെന്നൊന്ന് പറയാൻ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ലക്ഷദ്വീപിന്റെ 1-2 കാര്യങ്ങൾ പറഞ്ഞോളാം. വേഗം സമർപ്പിക്കാം. എന്താ പറഞ്ഞ വേഗം സമർപ്പിക്കാം. സമയക്കുറവുള്ളതുകൊണ്ടാണ്. പെട്ടെന്ന് ഒരു പോയിന്റ്. അതെ, BJP വക്താവ് സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ അവിടുത്തെ പ്രശ്നങ്ങൾ കൃത്യമായി പഠിക്കാൻ ഇവർ ശ്രമിക്കണം. അവിടുത്തെ ധാരാളം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2000 പേരെയാണ് അഡ്മിനിസ്ട്രേറ്ററായി ഇദ്ദേഹം വന്നപ്പോഴത്തേക്ക് പലവിധ സെക്ഷനിൽ പറഞ്ഞു വിട്ടത്. അതായത് സോഷ്യൽ ഫോറസ്ട്രി, ഖാദി, കോൺട്രാക്ട് അധ്യാപകർ തുടങ്ങി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി ഇതിൽ നിന്നുള്ള 2000 പേരെ തദ്ദേശീയരെ പറഞ്ഞു വിട്ടു. പകരം നോർത്ത് ഇന്ത്യയിൽ നിന്നും മറ്റും ആൾക്കാരെ എടുക്കാൻ തീരുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ ട്രെയിനിങ് പരിശീലനം പൂർത്തിയാക്കിയ നമ്മുടെ തീരദേശ ജോലി ചെയ്യുന്ന കപ്പലും അല്ലാതെ ഈ പറഞ്ഞ ഷിപ്പിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന 1500ഓളം പേർക്ക് ട്രെയിനിങ് കൊടുക്കുകയും ഈ ട്രെയിനിങ് കൊടുത്ത ആൾക്കാർക്ക് ഇപ്പോൾ ജോലിയില്ല, പകരം മറ്റുള്ള അടുത്തുനിന്ന് ആൾക്കാരെ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള വളരെ അതായത് ആ ജനതയെ അടിച്ചമർത്തി ഭരിക്കുന്നു. തീർച്ചയായും ആ വിഷയം തന്നെയാണ്, ആശങ്കയാണ് പറയുന്നത്. സമയക്കുറവുകൊണ്ട് ഇടപെടുകയാണ്. എന്തായാലും ഒരു കാര്യം വളരെ കൃത്യമായി തന്നെ വെടക്കാക്കി തനിക്കാക്കുന്ന നിലപാട് സ്വീകരിച്ചത് ആരാണ് എന്ന് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീജിത്തെ നമുക്ക് സമർപ്പിക്കാം. ഒരൊറ്റ മിനിറ്റ് ശ്രീജിത്ത് പണിക്കർ. പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇവിടെ നിന്ന് ബോട്ട് പിടിച്ചിട്ടില്ലേ, അത് കേരളത്തിൽ നടന്നിട്ടില്ലേ എന്ന് അഖിൽ ചോദിച്ചു. നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ വേണ്ടത്. എവിടെയാണ് ബോട്ട് പിടിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് മാർച്ച് 18-ാം തീയതി പിടിച്ചു. അതിനോടൊപ്പം തന്നെ 5 AK-47 റൈഫിൾ പിടിച്ചു. അവരതിന്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. 2, ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത കൂടി അദ്ദേഹത്തിനോട് പറയുന്നു. ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. November 2, 2020 MP പ്രവീൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ലക്ഷദ്വീപിലേക്ക് കടത്താൻ ശ്രമിച്ചിരിക്കുന്ന ദ്വീപ സമൂഹത്തിലേക്ക് കടത്താൻ ശ്രമിച്ചിരിക്കുന്ന
പിടിച്ചിരിക്കുന്നു. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു, ബൂട്ട് ലെഗേഴ്സ്, ഡ്രഗ് പെഡ്ലേഴ്സ് തുടങ്ങിയ ആൾക്കാരെ ഡിറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ് അവിടെയുള്ള ഗുണ്ട ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് ആന്റി സോഷ്യൽ എലമെന്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് തീരുമാനമെടുക്കാൻ അഡ്മിനിസ്ട്രേഷന് ചാർജ് ഉണ്ട്, അല്ലെങ്കിൽ അധികാരമുണ്ട്. ഒന്ന്. രണ്ട്, ഒരു നിയമം നടപ്പാക്കുന്നത് എങ്ങനെ എന്നുള്ളത് ആ നിയമം ഉണ്ടാകണമോ ഇല്ലയോ എന്നുള്ളതിനെ യാതൊരു വിധത്തിലും ബാധിക്കുന്ന കാര്യമല്ല. ഇവിടെ താങ്കൾ പറഞ്ഞു ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്ററിനെതിരെയുള്ള അഭിപ്രായം പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്ന്. കേരളത്തിൽ ശ്രീ പിണറായി വിജയനെതിരെ സംസാരിച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരെ കേസില്ലേ? താങ്കൾക്കെതിരെ ഇതേ വിഷയത്തിൽ തന്നെ കേസില്ലേ? മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ സംസാരിച്ചു എന്നതിന്റെ പേരിൽ ഉണ്ടല്ലോ. ഇനി ശ്രീ പിണറായി വിജയനെതിരെ അഭിപ്രായം പറഞ്ഞു എന്നതിന്റെ പേരിൽ KSEBയുടെ ഒരു ജീവനക്കാരനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരുന്നതിനെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേരള ഹൈക്കോടതി ഇടപെട്ട് പറഞ്ഞല്ലോ, ഇതൊരു ഒഫൻസ് അല്ല, അദ്ദേഹത്തിന് ശമ്പളം കൊടുത്ത് അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന്. ഇനി അടുത്ത പോയിന്റ്, അവസാനമായിട്ടുള്ള പോയിന്റാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, ഈ തദ്ദേശത്തെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ മനസ്സിലാക്കിയിട്ട് വേണം വികസനം എന്ന് എല്ലാവരും പറയും. നമ്മുടെ നീതി ആയോഗിന്റെ CEO ആയിട്ടുള്ള ശ്രീ അമിതാഭ് കാന്ത് വളരെ വ്യക്തമായിട്ട് ഇത്തരത്തിലുള്ള സസ്റ്റനൻസ് പ്ലാൻ ഉണ്ടാകുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ലക്ഷദ്വീപിന് അടിസ്ഥാന വികസനം ഉണ്ടാകുന്നത് അവിടുത്തെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും പറയുന്ന ഒരു പോയിന്റ് ജസ്റ്റിസ് രവീന്ദ്രൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, അവിടെ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവിടെ തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാക്കുന്നതിനും അവിടെ പരിസ്ഥിതിയെ പരിപാലിച്ചേ മതിയാകൂ എന്നുള്ളതിന്റെ കണക്കുകൾ ഉൾപ്പെടെ അദ്ദേഹം പറയുന്നു. ഇനി പാസ്സാക്കുമ്പോൾ പൊതുസമൂഹത്തിനോടാണ് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഒരു മീൻ വലയെറിയുന്ന സമയത്ത് അവിടെയുള്ള കുളത്തിലുള്ള ഈ എന്താ പറയുക തവളകളോടും മീനുകളോടുമാണോ അഭിപ്രായം ചോദിക്കുന്നത് എന്നല്ല. അതേ ലോജിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഗുണ്ട ആക്ട് നടപ്പാക്കുന്നത് വേണോ വേണ്ടയോ എന്ന് നമ്മൾ ഗുണ്ടകളോട് ചോദിക്കേണ്ടി വരും. അപ്പൊ അതൊരു സമൂഹത്തിന് പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് പൊതുസമൂഹത്തിൽ നിന്നാണ് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ. തീർച്ചയായും എന്തായാലും സമർപ്പിക്കാം നമുക്ക്. അഖിൽ പറഞ്ഞൊരു വാക്ക് വളരെ ഹൃദയത്തിലോട് ചേർത്ത് വെച്ച് ഞാൻ ഈ ഡിബേറ്റ് അവസാനിപ്പിക്കുകയാണ്. ഇവിടത്തെ ചില വെടക്കാക്കി തരിക്കാക്കാൻ ശ്രമിച്ച ചില മത മൗലികവാദികളോട് ലക്ഷദ്വീപിലെ സഹൃദയരായ ദേശീയവാദികളായ നമ്മുടെ സഹോദരർ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഡിബേറ്റിലൂടെ എന്തായാലും ലക്ഷ്യം കണ്ടു, വിജയകരമാണ് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരെയും അങ്ങോട്ട് പോകേണ്ട, തനിക്കാക്കി വിടക്കാക്കാൻ ആരും ശ്രമിക്കുകയും വേണ്ട. ദേശീയവാദികളായ ഒരു കൂട്ടം മനുഷ്യരാണ്, നമ്മുടെ സഹോദരരാണ്, അവരെ ആർക്കും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. നമുക്ക് അഭിമാനിക്കാം നമ്മുടെ ഭാരതത്തെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും. ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിഥികൾക്ക് സന്ദീപ് വാര്യർ, ശ്രീജിത്ത് പണിക്കർ, അഖിൽ മാരാരൊപ്പം G. ദേവരാജൻ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.